ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് വരുമെന്ന് പറഞ്ഞത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ LBSന്റെ BSc നഴ്സിംഗിന്റെ 3rd അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ വെബ്സൈറ്റിൽ കയറി നോക്കുക, പുതിയൊരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ്. അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് ആൻഡ് എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സസ് 2025-26 3rd അലോട്ട്മെന്റ് പബ്ലിഷ്ഡ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദ 3rd അലോട്ട്മെന്റ് ഫോർ BSc നഴ്സിംഗ് ഈസ് പബ്ലിഷ്ഡ്. 3rd അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ 16-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം. അതായത് ഓൾറെഡി 2nd അലോട്ട്മെന്റിലൊക്കെ ടോക്കൺ ഫീ അടച്ച കുട്ടികളല്ല, പുതുതായിട്ട് 3rd അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ടോക്കൺ ഫീ അടയ്ക്കുക. ടു കൺഫേം ദ സീറ്റ് in the allotted college and to be considered for higher options, the token fee must be paid. Applicants who do not pay the token fee within the specified date will not be included in the subsequent allotments. അതായത് ഇപ്പോൾ 3rd അലോട്ട്മെന്റിലാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടുള്ള സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടോക്കൺ ഫീ അടയ്ക്കണം. അതുപോലെ തന്നെ ഏത് കോളേജിലാണോ കിട്ടിയത് ആ കോളേജിൽ പോയി ഡയറക്റ്റ് അഡ്മിഷനും എടുത്തതിന് ശേഷം NOC സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദെൻ പ്രോസ്പെക്ടസിലും വന്നിട്ടുണ്ട്, നമുക്ക് ഓഗസ്റ്റ് 16-ാം തീയതിക്ക് അകമായിട്ട് തന്നെ നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെന്റ് സ്ലിപ്പിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, അതെടുക്കുക. അതെല്ലാം അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് പ്രൊഫൈലിൽ കാണിക്കുന്നതായിരിക്കും. ഇനി അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് പുതിയ രീതിയിൽ ഓപ്ഷൻസ് ആഡ് ചെയ്യേണ്ടി വരും. അതിനുള്ള അപ്ഡേഷൻസ് വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിലൂടെ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ കുട്ടികൾക്കാണ് 3rd അലോട്ട്മെന്റിൽ ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണ് കിട്ടിയിട്ടുള്ളത്, എത്രാമത്തെ ഇൻഡെക്സ് മാർക്കിലാണ് അല്ലെങ്കിൽ എത്രാമത്തെ റാങ്കിലാണ് കിട്ടിയിട്ടുള്ളത് എന്നതെല്ലാം നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി അത് മറ്റ് ഹോപ്പ് വെക്കണമോ ഇല്ലയോ എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പായി മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ പറയാനുള്ളത്, സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ചോദിച്ചതായിരുന്നു സ്പോർട്സ് കോട്ടയുടെ കാര്യം പറ്റിയിട്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേരും ഇൻഡെക്സ് മാർക്കും റാങ്കും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ നെയിമും കാര്യങ്ങളും ഉണ്ടോ എന്നത് മനസ്സിലാക്കുക. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് എവിടേക്കാണ് അഡ്മിഷൻ കിട്ടിയത് എന്നതും കൂടി നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് വന്ന് പറയുക. അത് ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. നമ്മൾ ഉടനെ തന്നെ അതിന്റെ Q&A സെക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, ഇത് അറിയാത്ത ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.